ഡേറ്റ്സും റാഗി ഫ്ലോറും ഉപയോഗിച്ച് മുട്ടയും പഞ്ചസാരയും ഒന്നും ഇടാതെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചൂട് പാലിൽ 8 ഡേറ്റ്സിൻ്റെ സീഡ് കളഞ്ഞിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു അരക്കപ്പ് റാഗിപ്പൊടിയും അരക്കപ്പ് പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോഴേക്കും നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഒരു 10 to 15 മിനിറ്റ്സ് ആയിട്ടുണ്ടാകും. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് നന്നായിട്ട് ചേർത്ത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു പാലുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പാർട്ടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വിസ്ക് കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ എന്തെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ബാക്കി പകുതിയും കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പം കുറച്ച് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ മാത്രമാണ് ബാക്കി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യേണ്ടത്. മോസ്റ്റ്ലി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇനി നമ്മൾ ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ലോഫ് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് വാൽനട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് പ്രീ ഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 45 to 50 മിനിറ്റ്സ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അടിപൊളി ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. കാരണം ഇതിലൊന്നും പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, മൈദ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇത്രയും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.